പോലെയാണ് കാലാവസ്ഥയും. ചിലപ്പോൾ നന്നായിരിക്കും, ചിലപ്പോൾ മോശമായിരിക്കും. എന്നാൽ ഇപ്പോൾ അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്. ഏവർക്കും കെൽഡോസ്കോപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ പ്രധാന ജലമേളകളിലൊന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളി. ഈ വർഷത്തെ നെഹ്റു ട്രോഫി മത്സരത്തിനായി മങ്കൊമ്പ് പ്രദേശവാസികൾ ഒരുങ്ങിക്കഴിഞ്ഞു. പുന്നമടയിലും പമ്പയാറ്റിലും ഇനി ജലോത്സവത്തിന്റെ നാളുകൾ. കുഞ്ഞോളങ്ങൾ കീറിമുറിച്ച് ചുണ്ടൻ വെള്ളങ്ങൾ കുതിച്ചുപായുന്ന കാഴ്ചകളാണ് അവിടങ്ങളിലെല്ലാം. കൈക്കരുത്തിന്റെ വേഗതയിൽ തീർക്കുന്ന ജലവിസ്മയങ്ങൾ. തുഴതാളങ്ങളും വഞ്ചിപ്പാട്ടുകളുമായി ഇനി കുട്ടനാട്ടിൽ ഉത്സവകാലം. ശരവേഗത്തിലാണ് ചുണ്ടൻ വള്ളങ്ങളുടെ കുതിപ്പ്. ആ കാഴ്ചയിൽ ആവേശം കൊണ്ട ജവഹർലാൽ നെഹ്റു ട്രോഫിക്ക് തുടക്കമിട്ടതും ചരിത്രം. ഒരു കാലത്ത് കുട്ടനാട്ടിലെയും പമ്പയാറിന്റെ തീരത്തെയും പ്രമാണിമാരുടെയോ കരക്കാരുടെയോ സ്വന്തമായിരുന്നു ചുണ്ടൻ വള്ളങ്ങൾ. എന്നാൽ കാലം മാറിയതോടെ തുഴക്കാരെ കിട്ടാതായി. വള്ളങ്ങൾ മത്സരത്തിനിറക്കുക സാമ്പത്തിക ബാധ്യതയുമായി. ഇതോടെയാണ് ഒരു സംഘം തുഴച്ചിൽക്കാർ സ്വന്തമായൊരു വള്ളം മത്സരത്തിനിറക്കാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ 4 വർഷമായി നെഹ്റു ട്രോഫി മത്സരത്തിൽ വെപ്പുവള്ളത്തിൽ ബി ഗ്രേഡോടെ ചാമ്പ്യന്മാരാകുന്ന മങ്കൊമ്പ് സെന്റ് പയസ് 10th ബോട്ട് ക്ലബിലെ അംഗങ്ങളുടെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്നു സ്വന്തമായൊരു ചുണ്ടൻ വള്ളം. 2009 വാടകയ്ക്കെടുത്ത് ഡ്യൂക്ക് വള്ളത്തിലായിരുന്നു സെന്റ് പയസിന്റെ പോരാട്ടം. 40 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് സ്വന്തമായൊരു വള്ളം എന്ന സ്വപ്നം ഇവർ യാഥാർത്ഥ്യമാക്കിയത്. വിവിധ വള്ളംകളി മത്സരങ്ങളിൽ പങ്കെടുത്തു കിട്ടുന്ന ഒരു പങ്ക് ഈ സ്വപ്ന സാക്ഷാത്കാരത്തിനായി മാറ്റിവെച്ചു. 8 മാസം കൊണ്ടാണ് ചുണ്ടൻ വള്ളം നീറ്റിലിറക്കിയത്. 2014 ജൂലൈ 14 ആ ആഘോഷ ദിനം. പേരുടെ സംഘമാണ് തീവ്ര പരിശീലനം നടത്തുന്നത്. 87 തുഴക്കാർ, 5 പങ്കായക്കാർ, 7 നിലക്കാർ എന്നിങ്ങനെയാണ് ചുണ്ടൻ വള്ളത്തിലെ ആൾബലം. പുലർച്ചയ്ക്ക് തന്നെ പരിശീലനം ആരംഭിക്കും. 14 ദിവസത്തെ ക്യാമ്പിൽ ഒരു കുടുംബം പോലെയാണ് ഇവർ കഴിയുന്നത്. പുലർച്ചെ എഴുന്നേറ്റ് സ്വയം ഭക്ഷണം പാചകം ചെയ്ത് വ്രതമെടുത്തുള്ള പരിശീലനം, പ്രാർത്ഥനയും വഞ്ചിപ്പാട്ട് പരിശീലനവും ഒപ്പം. നെഹ്റു ട്രോഫി വള്ളംകളി മാത്രമല്ല, ഞങ്ങളല്ലാതെ പുറത്തുള്ള വേറെ പല കളികളിലും പങ്കെടുക്കുകയും അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു വരുമാനവും, കൂടാതെ ഞങ്ങളുടെ ബോട്ട് ക്ലബ്ബിലെ അംഗങ്ങൾ കയ്യിൽ നിന്നെടുത്ത കാശും, അല്ലാതെ കുറച്ച് ഒരു 100ഓളം പേർ ഇതിൻ്റെ പിന്നിൽ സന്നദ്ധരായി വന്നിട്ടുണ്ട്. പൈസ മുടക്കാൻ സാമ്പത്തിക പ്രശ്നമാണ് വള്ളംകളി മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നത്. എന്നാൽ സാമ്പത്തിക ലാഭത്തെക്കാൾ വള്ളംകളിയുടെ ആവേശമാണ് ഇവർക്ക് മുഖ്യം. ഇതിന് യഥാർത്ഥം സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്. കുട്ടനാടിൻ്റെ ഒരു പ്രത്യേകതയാണ് വള്ളംകളി. വേറെ ലോകത്തിൽ ഒരിടത്തും ഇത്രയും കൂടുതൽ ആൾക്കാർ
സംഘടിച്ച് നടത്തുന്ന ഒരു സ്പോർട്സില്ല. ജയിക്കുന്ന വള്ളത്തിന് കുറച്ച് സമ്മാനങ്ങളും കുറച്ച് തുകയൊക്കെ കിട്ടും. തോറ്റുപോകുന്ന വള്ളങ്ങളെ കൈയും വീശി പോയി ചെറിയ തുക കൊണ്ട് ബോണസ് മാത്രം കൈപ്പറ്റി പോവുകയാണ്. എന്നാലും സമയമാകുമ്പോൾ ഇത് വീണ്ടും ഈ വാശിയും ഉന്മേഷവും ഉണ്ടാവും, നടത്തും. അങ്ങനെയാണ്. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും നാടാകെ ആവേശത്തിമർപ്പിലാണ്. കാരിച്ചാൽ, ആനാരി, ചെറുതന, വലിയ ദിവാൻജി എന്നീ ചുണ്ടൻ വള്ളങ്ങളുടെ ഗണത്തിലേക്ക് ഇനി സെന്റ് പയസും. നെഹ്റു ട്രോഫിയിൽ ഇത്തവണ മുത്തമിട്ടാലും ഇല്ലെങ്കിലും സ്വന്തം വള്ളത്തിൽ മത്സരത്തിനിറങ്ങുന്ന ആഹ്ലാദ ലഹരിയിലാണ് മങ്കൊമ്പുകാർ. സാധാരണഗതിയിൽ അത്യാവശ്യം തലയിൽ ആൾതാമസമുള്ള ആളുടെ കളിയായാണ് ഈ ചെസ്സിനെ കണക്കാക്കുന്നത്. പക്ഷേ എന്തൊക്കെയായാലും ഇന്ത്യക്കാർക്ക് ചെസ് എന്നാൽ വിശ്വനാഥൻ ആനന്ദാണ്. ഓരോ പുതിയ കളിക്കാരനിലും നാം ആനന്ദിന്റെ പിൻഗാമിയാണ് തേടുന്നത്. ഇതാ കേരളത്തിൽ നിന്നൊരു ജൂനിയർ ആനന്ദ്. 6 വയസ്സിനുള്ളിൽ നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ വിജയിച്ച നിഖിൽ രാമകൃഷ്ണനാണ് ഈ കൊച്ചുമിടുക്കൻ. നിങ്ങൾ ഈ കൊച്ചുമിടുക്കൻ്റെ വിശേഷങ്ങൾ കണ്ട് തിരിച്ചു വാ. ഞാനൊന്ന് എൻ്റെ സംഗതി ഒന്ന് പരീക്ഷിക്കട്ടെ. ഇത് നിഖിൽ രാമകൃഷ്ണൻ. തിരുവനന്തപുരം സ്വദേശിയും ടെക്നോ പാർക്ക് ജീവനക്കാരനുമായ രാമകൃഷ്ണന്റെയും വിജിയുടെയും ഏക മകൻ. തിരുവനന്തപുരം ലയോള സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥി. പ്രായം 6 വയസ്സാണെങ്കിലും ആൾ ചില്ലറക്കാരനല്ല, ചെസ് ചാമ്പ്യനാണ്. അച്ഛന്റെ ഐഫോണിൽ 3ാം വയസ്സിൽ ചെസ് കളിച്ചു തുടങ്ങി. ഐഫോണിനെ തോൽപ്പിച്ച മകന്റെ കഴിവ് കണ്ട അച്ഛൻ രാമകൃഷ്ണനാണ് നിഖിലിന് ചെസ്സിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു നൽകിയത്. ഒരു പരിശീലകനെ കണ്ടെത്തുക എന്നതായിരുന്നു പിന്നീടുള്ള ശ്രമം. ചെസ് പഠിക്കാനുള്ള പ്രായമായിട്ടില്ലെന്ന് പറഞ്ഞ പരിശീലകൻ ജസ്റ്റിൻ ജോസഫിനെ ഞെട്ടിച്ചു കളഞ്ഞു ഈ കുഞ്ഞു നിഖിൽ. അദ്ദേഹത്തിന് ഒന്നെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇതിനെ കൊണ്ട് സാറിൻ്റെ ക്ലാസ്സിൽ ചെല്ലുകയും സ്കൂളിൽ ചെല്ലുകയും സാർ വഴി 4 വയസ്സുകാരന് കളിക്കാൻ പാടാണ്, എന്നാലും നോക്കിയിട്ട് സാറോട്ടും ചെസ്സ് കളിച്ചപ്പം നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. സാർ വഴി നമുക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ട് നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ YMC ഇവിടെ ടൂർണമെൻറ്റ് നടത്തി, ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ടൂർണമെൻറ്റ്. അതിൽ Under-7 11 വിന്നറായി. അങ്ങനെയാണ് നമ്മൾ ചെസ് കുറച്ച് സീരിയസ് ആയിട്ട് മുന്നോട്ട് പോയത്. ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും Under-5, Under-7 തുടങ്ങി നിരവധി വിജയങ്ങൾ 4 വയസ്സിനിടെ തന്നെ ഈ മിടുക്കൻ സ്വന്തമാക്കി. ചെന്നൈയിൽ നടന്ന നാഷണൽ സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ 5 വയസ്സിൽ താഴെയുള്ളവരുടെ വിഭാഗത്തിൽ ചാമ്പ്യനായ നിഖിൽ രാമകൃഷ്ണൻ പിന്നീട് ശ്രീലങ്കയിൽ നടന്ന ഏഷ്യൻ സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണം നേടി ഇന്ത്യയുടെ അഭിമാനമായി. ക്ലാസിക് വിഭാഗത്തിലും റാപ്പിഡ് വിഭാഗത്തിലും ഒരു കളി പോലും തോൽക്കാതെയാണ് ശ്രീലങ്കയിൽ നിഖിൽ തിളങ്ങിയത്. ഏറ്റവും ഒടുവിൽ ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ഏഷ്യൻ യൂത്ത് ചാമ്പ്യൻഷിപ്പിലും നിഖിൽ വിജയക്കൊടി പാറിച്ചു. കോട്ടയത്ത് നടന്ന ഫെഡറേറ്റഡ് ഇന്റർനാഷണൽ ടൂർണമെന്റിൽ താരമായി മാറിയ നിഖിൽ രാമകൃഷ്ണൻ ഫിഡെ റേറ്റിംഗ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞയാളാകാനുള്ള ഒരുക്കത്തിലാണ്. അന്താരാഷ്ട്ര മത്സരങ്ങളുടെ ചിലവ് വഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണെന്നത് മാത്രമാണ് ഈ കൊച്ചുമിടുക്കൻ നേരിടുന്ന പ്രതിസന്ധി. Have a short break.